നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം ഒന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ അതേ രീതി തന്നെ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നതും വരെ നമ്മുടെ കൂടെ അതേ ആംഗിളിൽ സ്നേഹിക്കാൻ ഉള്ള ഒരാളെയാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വിചാരിക്കും നമ്മുടെ സ്നേഹമൊക്കെ കുറയും, കുറേ പ്രാരാബ്ദമൊക്കെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ പ്രാരാബ്ദമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്നേഹം കുറയും. അതൊക്കെ നമ്മുടെ ഒരു തോട്ട് മാത്രമാണ്. നിങ്ങൾക്ക് എത്ര പ്രാരാബ്ദം ഉണ്ടെങ്കിലും എങ്ങനെ പോയാലും ഇന്നത്തെ ഈ നിമിഷം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. നിങ്ങളിനി അത് എത്ര വിഷമിച്ച് പോയാലും അവിടെ ചിരിച്ചിട്ട് പോയാലും അതേ ആംഗിളിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ അത് ഗോൺ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ അത് ഒരുപാട് ടെൻഷൻ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ കാണിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് നമുക്ക് സ്ട്രെസ്സ് മാത്രമാണ്. അവിടെ ഒരു നിമിഷം പോലും ദൈവം നമുക്ക് പിടിച്ചു നിർത്തി തരുന്നില്ല. ആ നിമിഷം എത്ര കഠിനമാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കാൻ പോകുന്നത്? ചിലപ്പോൾ ഒരു സന്ദർഭത്തിനകത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ എന്തിനാണ് ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും. അപ്പം സ്നേഹിക്കുന്ന ആൾക്കാർ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. പ്രാരാബ്ദങ്ങൾ ജീവിതത്തിൽ വന്നോട്ടെ, പ്രാരാബ്ദങ്ങൾ വരുന്നതും നമുക്ക് എപ്പോഴും ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഈ നിമിഷം കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല, അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. പിടിച്ചു നിർത്താൻ ആർക്കും പറ്റത്തില്ല, ദൈവം അതിനെ കറക്കി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും സ്നേഹം ഉള്ളിടത്ത് സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരിക്കലും അവിടെ ഒരു രീതിയിലും നമ്മൾ അകൽച്ച പാടില്ല, ഒരു രീതിയിലുള്ള സ്ട്രെസ്സിന് വേണ്ടി ഒരു അകൽച്ചയും പാടില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല പാഠം.